The Real FM 103.6. ശ്രദ്ധ. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ നേട്ടങ്ങളുടെ നെറുകയിലാണ് മലയാള സിനിമ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗത്തിലെ നമ്മെ വിസ്മയിപ്പിച്ച നടന വൈഭവത്തിന് മമ്മൂട്ടി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം വൈക്കം വിജയലക്ഷ്മിയും ഭ്രമയുഗത്തിലൂടെ ഷഹനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുമായി. നവാഗത സംവിധായകനായ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച മലയാള സിനിമ. പ്രശസ്ത സംവിധായകൻ ജയരാജ് അധ്യക്ഷനായ ജൂറിയാണ് അവാർഡ് നിർണയം നടത്തിയത്. ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം. ദിസ് visually stunning folk horror film masterfully blends mythology, folklore, psychological tension and serves as a powerful allegory on greed, elevated by exceptional performances and haunting cinematography. Actor Mammootty. വ്യത്യസ്തമായ പ്രമേയം കൊണ്ടും മമ്മൂട്ടി എന്ന മഹാനടന്റെ ഇതുവരെ കാണാത്ത അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു രാഹുൽ സദാശിവൻ സംവിധാനം നിർവഹിച്ച ഭ്രമയുഗം. ഇത്തവണത്തെ ദേശീയ പുരസ്കാരത്തിൽ മലയാളത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജി പണിക്കർ. മമ്മൂട്ടി എന്ന നടന്റെ സാധ്യതകൾ ഇനിയും പരീക്ഷണങ്ങൾക്ക് വിധേയമാകാൻ പാകത്തിലും വളരെ സമൃദ്ധമാണ് എന്നാണ് ഈ അവാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ അവാർഡിൽ നിന്നല്ല, അദ്ദേഹം സമീപകാലത്ത് ചെയ്യുന്ന പല സിനിമകളും അദ്ദേഹത്തിന്റെ പരീക്ഷണാത്മകമായ സമീപനങ്ങളോട് അദ്ദേഹം കാണിക്കുന്ന ഒരു സൗഹൃദം. പിന്നെ അത്തരം വേഷങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതുവരെ തന്റെ പ്രതിച്ഛായയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്തരം വേലിക്കെട്ടുകളെയൊക്കെ അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് മറികടക്കുകയാണ്. ഇത്തരം വേഷങ്ങൾ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രതിച്ഛായയുണ്ട്, പോസിറ്റീവ് റോളുകൾ ചെയ്യുന്ന നടൻ എന്ന പ്രതിച്ഛായയുണ്ട്. ഇതൊക്കെ ഒരു നടനെ വേണമെങ്കിൽ പരീക്ഷണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോകുന്ന ഘടകങ്ങളാണ്. പക്ഷെ മമ്മൂട്ടി അതിനെയൊക്കെ മറികടക്കുന്ന കാഴ്ച വളരെ മനോഹരമായ അനുഭവമാണ് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. സിനിമ തീർച്ചയായിട്ടും അതിന്റെ ഛായാഗ്രഹണം, അതിൽ വളരെ ധീരമായൊരു പരീക്ഷണം തന്നെയാണ് അതിന്റെ ഛായാഗ്രഹണവും. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് എത്രയോ ദശകങ്ങളായി മലയാള സിനിമ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് മുന്നോട്ട് പോയ ഒരു സിനിമയെ പഴയ ഒരു കാലത്തിന്റെ സാങ്കേതികതയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ളൊരു ഇടപാടാണ്. അതിലൊരു സാഹസമുണ്ട്. തീർച്ചയായിട്ടും അതിന് കിട്ടിയ അംഗീകാരം ആ പരീക്ഷണത്തിന്റെ സാധുതയെ തീർച്ചയായിട്ടും ശരിവെക്കുകയാണ്. മലയാളത്തിൽ നിന്ന് പരിഗണനയ്ക്ക് വന്നതിൽ അർഹിക്കുന്ന സിനിമകൾക്ക് വലിയ അംഗീകാരങ്ങൾ കിട്ടിയതിൽ തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ഭാഗമെന്ന നിലയിലും പ്രേക്ഷകൻ എന്ന നിലയിലും ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ അദ്ദേഹത്തിന്റെ ഈ സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരത്തിലൂടെ മലയാളത്തിന് വലിയ അഭിമാനമാണ് സമ്മാനിച്ചിരിക്കുന്നത്. വലിയൊരു അഭിമാനം അദ്ദേഹം മലയാളത്തിന് ചേർത്ത് വയ്ക്കുകയാണ്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. വൈക്കം വിജയലക്ഷ്മിയുടെ കാര്യത്തിൽ ആ പാട്ട് എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഇറങ്ങിയതിലെ ഏറ്റവും ഹൃദയഹാരിയായ പാട്ടാണ്, നമ്മുടെ ഹൃദയത്തിനെ തൊടുന്ന പാട്ടാണ്. അനുഗ്രഹീതയായ ഗായികയാണ്. തീർച്ചയായിട്ടും വൈക്കം വിജയലക്ഷ്മി വലിയ അംഗീകാരവും വലിയ പുരസ്കാരങ്ങളും ഒക്കെ അർഹിക്കുന്ന പ്രതിഭയാണ്. തീർച്ചയായിട്ടും വൈക്കം വിജയലക്ഷ്മിക്ക് കിട്ടിയ ഈ അവാർഡ് മലയാളി എന്ന നിലയിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. ARM അഥവാ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെയാണ് വൈക്കം വിജയലക്ഷ്മി രാജ്യത്തെ ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത്. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ഗായിക വൈക്കം വിജയലക്ഷ്മി. ദേശീയ അവാർഡ് കിട്ടിയപ്പോ അതൊരു ഏറ്റവും വലിയൊരു അംഗീകാരമല്ലേ. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോ നാഷണലിലേക്ക് പോവാന്ന് പറയുമ്പോൾ അതൊരു ഈശ്വരാനുഗ്രഹമാണ്, സന്തോഷമാണ്. ഈ പാട്ട് ഒരു ഫോക്ക് സോങ് ആണ്.
ഇപ്പൊ താരാട്ടുണ്ട്, അതോടൊപ്പം മോട്ടിവേഷനുമാണ് എല്ലാവർക്കും. ഉയർന്നു വരാനുള്ള ഒരു കുട്ടികൾ വരെ ആരാധകരായി മാറിയില്ലേ, അപ്പൊ ഒരു ഭാഗ്യല്ലേ. അതാണ് ഏറ്റവും വലിയ പുരസ്കാരം. അപ്പൊ പിന്നെ നാഷണൽ അവാർഡും കൂട്ടി ഇവിടെ സന്തോഷമായി. 1.5 വയസ്സ് മുതൽ പാടുമായിരുന്നു. ഞാൻ ജനിച്ചത് 5 വയസ്സ് വരെ ചെന്നൈയിലായിരുന്നു. അച്ഛനവിടെ ഇലക്ട്രോണിക് വർക്കായിരുന്നു. 5-ാം വയസ്സിൽ ക്ലാസിക്കൽ കാസറ്റുകൾ കേട്ട് ദാസേട്ടന്റെയും MSMയുടെയും ഒക്കെ കാസറ്റുകൾ കേട്ടാണ്, ബാലമുരളി സാറിന്റെ കാസറ്റ് കേട്ടാണ്. പിന്നെ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. പണ്ടുപോലെ ആകാശവാണി നമ്മുടെ ഒരിക്കലും പിരിയാത്ത സുഹൃത്തുക്കളാണ്. ആകാശവാണി പ്രോഗ്രാമിൽ എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ട്. പാട്ടുകൾ കൊച്ചിലെ മുതലേ പാടിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും വേണം, പ്രാർത്ഥനയും വേണം. ആദ്യ ചിത്രത്തിലൂടെ തന്നെ സംസ്ഥാന പുരസ്കാരങ്ങളും ഇപ്പോൾ ദേശീയ പുരസ്കാരവും കൂടി വന്ന സന്തോഷം പങ്കിടുന്നു മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. വളരെയധികം സന്തോഷമാണുള്ളത്. ആദ്യത്തെ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. അപ്പൊ അതിന് സ്റ്റാർട്ടിങ് തൊട്ട് IFFK ആദ്യത്തെ പ്രീമിയർ ചെയ്ത് ആ സമയത്ത് നമുക്ക് IFFK 5 അവാർഡ് കിട്ടി. അതിനുശേഷം കുറെ അവാർഡുകൾ വന്ന്, പിന്നെ അപ്പുറം സ്റ്റേറ്റ് അവാർഡ് 3 അവാർഡുകൾ കിട്ടി. അതിനുശേഷമാണ് ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയത്. പിന്നെ ഈ അവാർഡുകളിലൊപ്പം എനിക്ക് പ്രചോദനം നല്ല സിനിമകൾ ചെയ്യാനുള്ളൊരു, ഇനിയും ചെയ്യണം എന്നുള്ള ഒരു ആവേശമാണ് കിട്ടുന്നത്. ഫാത്തിമ തുടങ്ങുന്നത് ഒരു ചെറിയ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചെയ്തത്. അങ്ങനെ പൊന്നാനിയിൽ വെച്ചിട്ട്, പൊന്നാനിയിലുള്ള മിക്ക ആളുകളെ അഭിനയിപ്പിച്ച്, പുതുമുഖങ്ങളായിരുന്നു എല്ലാവരും അഭിനയിച്ചത്. പിന്നെ എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചെയ്ത് വളരെ ചെറിയ രീതിയിൽ ഒരു വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത ഒരു സിനിമയാണ്. അതിന് പറഞ്ഞ മാതിരി എല്ലാ മേഖലകളിലും അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവാർഡുകളോടൊപ്പം തന്നെ സിനിമ കണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ആദ്യത്തെ സിനിമയാണ്. മുന്നേ ഷോർട്ട് ഫിലിംസും വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പൊന്നാനിയാണ് എന്റെ വീട്. പൊന്നാനി വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ഉണ്ടാവാനുള്ള കാരണം എന്റെ സിസ്റ്റർ പറഞ്ഞ 2 വാക്കിൽ നിന്നാണ്. ഞാനൊരു ദിവസം പെങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നതും, അപ്പൊ പിറ്റേ ദിവസം രാവിലെ പെങ്ങളുടെ കുട്ടി ബെഡിൽ മൂത്രയിച്ച് പെങ്ങള് കുട്ടിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് പറഞ്ഞ 2 വാക്കുകളാണ് ഭയങ്കര സ്ട്രൈക്ക് ആയത്. അപ്പൊ അത് വെച്ചിട്ടാണ് സിനിമയുടെ കഥ തയ്യാറാക്കിയത്. അപ്പൊ അത് അങ്ങനെ വളരെ രീതിയിൽ പൊന്നാനിയിൽ പോയിട്ട് വളരെ ചെറിയ രീതിയിലാണ് ഷൂട്ട് ചെയ്തത്. എന്റെ സുഹൃത്തുക്കളാണ് ഇതിന് ടെക്നീഷ്യന്മാരായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഒരു കൂട്ടായിട്ടുള്ള ഒരു ജോലിയുടെ ഫലമായിട്ടാണ് തന്നെ കാണുന്നത്. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആർട്ടിക്കിൾ 370 ആണ്. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി. മമ്മൂട്ടിയോടൊപ്പം കാർത്തിക് ആര്യൻ മികച്ച നടനായും യാമി ഗൗതം മികച്ച നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. 34 ഭാഷകളിൽ നിന്നായി മത്സരിച്ച 400ഓളം സിനിമകളിൽ നിന്നുമാണ് തിളക്കമാർന്ന നേട്ടങ്ങളോടെ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നത്. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ. ആശയം നിർവഹണം ഫഹദ് റാസ. ശ്രദ്ധ.